നമസ്കാരം. ഗാസയിലെ ഇസ്രയേൽ സൈനിക നടപടികളുടെ പേരിൽ അന്താരാഷ്ട്ര സമൂഹം കടുത്ത വിമർശനം ഉന്നയിക്കുന്നതിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്തത് ലോകമെമ്പാടുമുള്ള നയതന്ത്ര തല സംസ്ഥാനങ്ങളിൽ വൻ കോളിളക്കമുണ്ടാക്കി. ജോലി പൂർത്തിയാക്കും എന്ന നെതന്യാഹുവിന്റെ പ്രഖ്യാപനവും സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങൾക്കെതിരായ രൂക്ഷമായ ആക്രമണവും UN വേദിയിൽ തന്നെ നാടകീയമായ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത്. പ്രസംഗത്തിനായി നെതന്യാഹു വേദിയിലെത്തിയ ഉടൻ തന്നെ 50-ലധികം രാജ്യങ്ങളിൽ നിന്നുമുള്ള 100-ലധികം നയതന്ത്രജ്ഞർ സമ്മേളനം വിട്ട് പലസ്തീനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ പ്രസംഗിക്കാനെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരിടേണ്ടി വന്നത് ഇതോടെ കടുത്ത ബഹിഷ്കരണം, കൂക്കിയുള്ള വിളിയൊക്കെയായിരുന്നു. പ്രസംഗിച്ച ഭൂരിഭാഗം നേതാക്കളും ഗാസയിലെ ആക്രമണത്തെ രൂക്ഷമായാണ് വിമർശിച്ചത്. നെതന്യാഹുവിന്റെ ഈ പ്രസംഗം ഇസ്രായേൽ പലസ്തീൻ സംഘർഷം പരിഹരിക്കാൻ ലോകം മുന്നോട്ട് വെക്കുന്ന ദ്വിരാഷ്ട്ര പരിഹാര സാധ്യതകളെ പൂർണ്ണമായി തള്ളിക്കളയുന്നതായിരുന്നു. ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ പ്രധാന പാശ്ചാത്യ രാജ്യങ്ങൾ പോലും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന നിലപാടെടുത്ത പശ്ചാത്തലത്തിൽ ഇസ്രയേലിന്റെ നയതന്ത്രപരമായ ഒറ്റപ്പെടൽ വർദ്ധിപ്പിക്കുന്ന ഒന്നായി വിലയിരുത്തപ്പെടുന്നു. പലസ്തീനെ അംഗീകരിച്ച രാജ്യങ്ങളുടെ തീരുമാനം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുമെന്ന നെതന്യാഹുവിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾ അന്താരാഷ്ട്ര സമൂഹവുമായുള്ള ഇസ്രയേലിന്റെ ബന്ധങ്ങൾ കൂടുതൽ വിള്ളലുണ്ടാക്കി. അതേസമയം ന്യൂയോർക്ക് സിറ്റിയിൽ UN കെട്ടിടത്തിന് പുറത്ത് ആയിരക്കണക്കിന് ആളുകൾ നെതന്യാഹുവിനെതിരെ പ്രതിഷേധിച്ചത് ഈ സംഭവ പരമ്പരകളെ കൂടുതൽ ശ്രദ്ധേയമാക്കി. ഇസ്രായേൽ പലസ്തീൻ സംഘർഷം പരിഹരിക്കാൻ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദ്വിരാഷ്ട്ര പരിഹാരം തികച്ചും ഭ്രാന്താണെന്നും നെതന്യാഹു തുറന്നടിച്ചത്. കൂടാതെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച രാജ്യങ്ങൾക്കെതിരെ നെതന്യാഹു കടുത്ത വിമർശനവും ഉന്നയിച്ചിരുന്നു. അടുത്തിടെ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച ബ്രിട്ടൻ, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളെ ശക്തമായി വിമർശിച്ച നെതന്യാഹു നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തു, ഭയങ്കര തെറ്റ് എന്ന് പറയുകയും ഈ തീരുമാനം ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് ആരോപിക്കുകയും ചെയ്തു. നെതന്യാഹു പ്രസംഗിക്കാൻ വേദിയിലെത്തിയ ഉടൻ തന്നെ നയതന്ത്രജ്ഞർ വാക്കൌട്ട് നടത്തിയത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശക്തമായ പ്രതിഷേധമായി മാറി. ഈ സമയം 193 UN അംഗരാജ്യങ്ങളിലെ 157 എണ്ണം പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. പ്രസംഗത്തിന് തൊട്ടു മുമ്പ് വെസ്റ്റ് ബാങ്കിലെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിൽ നിന്നും നെതന്യാഹുവിനെ തടയുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞിരുന്നു. പ്രസംഗത്തിൽ നെതന്യാഹു ഈ വിവാദപരമായ പദ്ധതിയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. നെതന്യാഹു പ്രസംഗിക്കുമ്പോൾ ന്യൂയോർക്ക് സിറ്റിയിൽ UN കെട്ടിടത്തിന് പുറത്തും ടൈംസ് സ്ക്വയറിലുമൊക്കെ ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിനെതിരെ പ്രകടനങ്ങൾ നടത്തി. വംശഹത്യ എന്നും മറ്റും എഴുതിയ പലസ്തീൻ പതാകകളും പ്ലക്കാർഡുകളും ഉയർത്തിയാണ് പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചത്. നെതന്യാഹുവിന്റെ പ്രസംഗം ലോകവേദിയിൽ ഇസ്രായേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്തുകയും സമാധാനപരമായ പരിഹാരത്തിനുള്ള വാതിലുകൾ അടയ്ക്കുകയും ചെയ്തു. സമാധാനത്തിനുള്ള ലോകത്തിന്റെ ആവശ്യം നിലനിൽക്കെ സംഘർഷം വർദ്ധിപ്പിക്കുന്ന ഈ പ്രസ്താവനകൾ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച